പങ്കെടുത്ത ഒരു ഇലക്ഷനായിരുന്നു ഇത്തവണ പാലായിലെ ഇലക്ഷൻ. ഇവർ മൂന്ന് പേരും അല്ലാതെ വേറെയും 2 സ്വതന്ത്രരുണ്ട്. അവരുടെ നിലപാട് എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 26 അംഗ കൗൺസിലിൽ UDFന്റെ 10ഉം പുളിക്കക്കണ്ടം ബ്രദേഴ്സിന്റെ 3 സീറ്റുകളുണ്ടെങ്കിൽ ആദ്യഘട്ട ഇലക്ഷൻ ജയിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ടൈ ആയിട്ട് വരികയാണെങ്കിൽ വോട്ടിനിടേണ്ടി വരും, നറുക്കിടേണ്ടി വരും. എന്തായാലും പാലായുടെ അടുത്ത 5 വർഷത്തെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് പുളിക്കക്കണ്ടം ബ്രദേഴ്സും അതിലൊരാളുടെ മകളുമായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതായത് മാണിയുടെ മകൻ്റെ സർവാധിപത്യം പാലയിൽ അവസാനിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം. ഇവിടെ പാലായിൽ മാണി കോൺഗ്രസിനെ മുട്ടുകുത്തിച്ച് മാണി സി കാപ്പന്റെ കരങ്ങളും ഇതിന്റെ പുറകിൽ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത 2 ദിവസത്തിനകത്ത് പാലയിലെ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാനെയും വൈസ് ചെയർമാനെയും എല്ലാം